ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുയ്യപ്പത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അമീനെ? കുയ്യപ്പം ഉണ്ടാക്കി നോക്കല്ലേ നമുക്ക്. അതിനകത്തൊക്കെ മാണ്ടിയത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കൂ. ശർക്കര എടുക്കണം, പിന്നെ വെള്ളം ഒഴിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഞങ്ങളൊരു 1.5 കുയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോന്നോളി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ടി ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. കണ്ടുപോലെ ചതച്ചെടുത്ത് മുളകോ കുയ്യപ്പത്തിക്കോ പറിച്ചോനെ ഇഞ്ചി ഇടേണ്ടിരുന്ന മുളക് ഇടാൻ പറ്റുമോ മീനെ? ഇഞ്ചി, ഏലക്കായ, കറുകപ്പട്ട എന്നിവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മുളകൊന്നും ഇടരുത്തിട്ടുണ്ടെങ്കിൽ അത് മുളക് അരിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്നെ പിരാകും. അത് അതിനൊന്നും നിൽക്കണ്ട. മുളക് നമുക്ക് വേണ്ട കേട്ടോ. വേണ്ടാത്ത സാധനം എടുത്ത് വലിച്ചിട്ടിട്ട് എന്നെ പറയരുത്. മുളക് വേണ്ട. ഇഞ്ചി ഇട്ടോളി കേട്ടോ. ഇഞ്ചി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഞ്ചി ഇങ്ങനെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി ഇട്ട് കാണും ഞാൻ ശർക്കര പാനീയം, ഇഞ്ചി, ഏല, കറുവപ്പട്ട എന്നിവ ഇട്ട് ശർക്കര പാനീയം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നാളികേരം ചിരകി എടുക്കുക. അപ്പോൾ ശർക്കര പാനീയം ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ പോണില്ല. ഒരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത് വേഗം. അപ്പോൾ ഇതിന് ചട്ടി വെച്ചിട്ട് ചട്ടിക്ക് എണ്ണയല്ല പാരുന്നത്, നെയ്യ് പാർന്നു കൊടുക്കുക. നെയ്യ് പാർന്നു കൊടുക്കുന്നത് എന്തിനാ പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഇവിടെ ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? കറുത്ത എള്ളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കറുത്ത എള്ള് എന്തിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്? കറുത്ത എള്ള് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കറുത്ത എള്ള് കഴുകി വൃത്തിയാക്കിയപ്പോൾ വെളുപ്പ് കളറായിട്ടില്ല, കറുപ്പന്നെയാണ് കേട്ടോ കഴുകിയിട്ടു. അപ്പോൾ കണ്ടില്ലേ, ഈ കറുത്ത എള്ളിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൊട്ടലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കാവുന്നതാണ്. കത്തിക്കരിഞ്ഞ് കരിക്കട്ടാക്കിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അതൊന്നും ഇത് കാണൂല, അത് ഓഡിയോ ആണ്, വീഡിയോ അല്ല കുട്ടിയെ. അപ്പോൾ കണ്ടില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നല്ല അടിപൊളി കുയ്യപ്പം, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അമീനെ കുയ്യപ്പം എങ്ങനെ ഉണ്ടായിനി? സൂപ്പർ, അടിപൊളി ടേസ്റ്റ്. അമീക അങ്ങനെ പറയരുത്. അമീക എൻ്റെ വീഡിയോ കോളാക്കല പൊന്നാര അമീക. അമീക അങ്ങനെ പറയരുത് കുഞ്ഞാ. നല്ല കുട്ടിയല്ല. എനിക്ക് അപ്പിടണ്ടോ? അതാ പറഞ്ഞത്. ഞാൻ എന്ത് വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് അപ്പിയാണല്ലടി. എന്താ ഇങ്ങനെ? അത് എന്നെ കുളം നോണാൻ വേണ്ടിയിട്ട് കെട്ടി ചമഞ്ഞ് ഇറങ്ങിയതാണോ ഇതിൽ എനിക്കറിയില്ല. ഒരു ഗ്ലാസ് അരി കഴുകി ഊറ്റി വൃത്തിയാക്കി വെച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റിയെടുത്തതാണ്. അങ്ങനെയുള്ള അരിയാണ്. ഈ ഒരു ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. കുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ്. ഒരു മിക്സിയുടെ ജാർക്ക് ഇട്ടെടുക്കുക. ജാറിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്? ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുക. പിന്നെന്താണ് നമ്മൾ ഇടേണ്ടത്? ശർക്കര പാനി അരിച്ചിട്ട് പാർന്ന് കൊടുക്കുക, ചൂടാറിയിട്ടോ. അല്ലെങ്കിൽ മിക്സി ആകെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുയ്യപ്പത്തിൻ്റെ വീഡിയോ. അതൊക്കെ വന്ന് നോക്കി കാണാവുന്നതാണ്. ഏതെങ്കിലും ഈ കുയ്യപ്പം ഒരു 1.5 കുയ്യപ്പാണെന്ന് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും തുടരുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ശർക്കര പാനിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വെള്ളമായി ഞങ്ങൾ എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഒരു മൈസൂർ പഴം കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വറുത്തു മാറ്റി വെച്ച നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? പിന്നെ ഇത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ച് തീക്കണം ഒഴിച്ചു കൊടുക്കുക. കുയ്യപ്പത്തിൻ്റെ വീഡിയോ, അടിപൊളി കുയ്യപ്പം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നു. മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് റവയാണ്. റവയുടെ ഒരു ആവശ്യവുമില്ല. റവ ഞാൻ കൊളാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റവ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇതല്ലെങ്കിൽ വേറെ എത്രയോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വന്ന് കണ്ടോക്കിയോളി. അടിപൊളി റെസിപ്പികൾ ഇട്ടിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറുത്ത എള്ള് നേരത്തെ വറുത്ത് വെച്ച ആ എള്ളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടെടുത്തു. ഇനി എന്തോ എളുപ്പം ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് ചുട്ട് നോക്കാനുള്ള സമയമായിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഏതെങ്കിലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ മധുരം ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയുള്ള ഒരു കുയ്യപ്പത്തിൻ്റെ വീഡിയോ. ടേസ്റ്റ് തന്നെ ഉള്ളൂ, കാണാൻ അത്ര ലുക്കൊന്നുമില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടരുകയാണ് കേട്ടോ വീഡിയോ. അപ്പോൾ കണ്ടില്ലേ, നല്ല വീഡിയോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോ നല്ല വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി വെച്ച കോലം കണ്ടില്ല നിങ്ങൾ? ഒരു ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ എങ്ങനെ വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? മറ്റേ സ്റ്റാൻഡ് ദീമൊക്കെ വലിച്ചിടങ്ങാണ് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ വെച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുയ്യപ്പത്തിൻ്റെ സ്റ്റാൻഡ് ഒറ്റ സ്റ്റാൻഡുമേ നമ്മൾ വെക്കുമ്പോൾ അത് താഴ്ന്നിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ അടുപ്പിൻ്റെ സ്റ്റാൻഡ് ഇപ്പുറത്തെ അടുപ്പുമൊക്കെ കയറ്റി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കരിയാതെ കിട്ടുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വീണ്ടും തുടരുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ ഉണ്ടാക്കി നോക്കി കളിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ അതും പറഞ്ഞുതരും, ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരും, ഒക്കെ നമ്മൾ കറക്റ്റിൽ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായി. ഇനി കാണാൻ ലുക്കൊന്നും ഇല്ല കേട്ടോ, കാണാൻ വലിയ ലുക്കേ ഇല്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നു, അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. ഇതിങ്ങോട്ട് ഉരുണ്ട് വരണം, അപ്പോഴാണ് ആ കറക്റ്റ് പരുവം കിട്ടുക. ആ റവയാണ് കൊളാക്കിയത് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ റവ എന്നെ കൊളാക്കിയിരിക്കുന്നു, എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പിറ്റേന്ന് ആ മാവെടുത്തു. തലേ ദിവസം ചുട്ട നന്നാകായിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അത്യാവശ്യം ചുട്ടുകാണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിനി. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഏതെങ്കിലും വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചു പിറ്റേന്നേക്ക് മാറ്റി വെച്ചു. പിറ്റേന്ന് വൈകുന്നേരം ഇതേ അവസ്ഥ തുടരാമെന്ന് വിചാരിച്ചു. പിറ്റേന്ന് ഞാൻ വൈകുന്നേരം വീണ്ടും ചട്ടി വെച്ചു. അതാണ് കേട്ടോ ഈ ചട്ടീൻ്റെ കോലം. ഇങ്ങനെ ഞാൻ എണ്ണ അതേപോലെ അടിച്ചു വെച്ചു. കുറച്ചൊക്കെ ചുട്ടിട്ടുണ്ടോ, ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ചുട്ടിക്കണ്. പിന്നെ അതേപോലെ അടിച്ചു വെച്ചു. വീണ്ടും ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് പാളിപ്പോകുന്നു. സ്പൂൺ കൊണ്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പാളിപ്പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ വീണ്ടും ഞാൻ വിട്ട് കൊടുക്കുന്നില്ല. ഞാൻ തോറ്റ് പിന്മാറാൻ റെഡിയല്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നു. അങ്ങനെ 2-3 പരീക്ഷണങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ റവ ഒഴിവാക്കി അടിപൊളി. കാരണം ആ റവ ഇട്ടതാണ് കൊളായത്. ആ റവ ഇങ്ങനെ പൊട്ടിപ്പൊരിയാണ് എണ്ണയിൽ കിടന്നിട്ട്. പിന്നെ ഞാൻ മൈദയൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. എങ്കിലും ആ റവ ഇട്ടത് എല്ലാം കുളമായി എന്ന് എനിക്ക് മനസ്സിലായിക്കണം കേട്ടോ. സംഗതി എന്താണെന്ന് പാളിപ്പോയതൊക്കെ നമുക്ക് മനസ്സിലായിക്കണം. ഏതെങ്കിലും ഞാൻ വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു, അത്ര തന്നെ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ടാക്കി വെക്കുക, റവ ഒഴിവാക്കുക. അപ്പോൾ പിന്നെന്താ പറയല്ലേ, നല്ല അടിപൊളി റെസിപ്പി തന്നെയല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളുടെ ലഹളയൊക്കെ എൻ്റെ വീഡിയോയിൽ പതിവാണ്, അതൊന്നും പ്രശ്നമില്ല. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർ. അപ്പോൾ ഞാനിവിടെ പട്ടാണി കടല വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഞാനിവിടെ നാളെ പട്ടാണി കടല വറുത്തിടാണ് വീഡിയോ എടുക്കാൻ പോണത്. ഏതെങ്കിലും അത് നാളെ കാണട്ടെ, ഏതെങ്കിലും ഇന്നത്തെ വീഡിയോ തന്നെ ഇക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുന്ന എല്ലാ കൂട്ടുകാർക്കും 2ാമത്തെ ട്രിപ്പ് 3ാമത്തെ ട്രിപ്പ് അങ്ങനെ ട്രിപ്പുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല കാണാനൊക്കെ ലുക്കില്ലേ. ഈ ഒരു ലുക്കൊക്കെ പോരപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തൊക്കെയാണ് ഇട്ടിക്കണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മൈസൂർ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നെയ്യ് ചേർത്ത് കൊടുത്തിക്കണ്, മൈദ ചേർത്ത് കൊടുത്തിക്കണ്. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, പറയാൻ പറ്റത്തില്ല, അത്രക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ റവ ഒഴിവാക്കിയ വളരെ ഉപകാരമായിരുന്നു. എനിക്കിപ്പോൾ ഞാൻ ഇന്ന് വാരിപ്പൊറുക്കി എടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കാതെ അതിൽ നിന്നിട്ട് വീണ്ടും പൊരിച്ചെടുത്താണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിലും ഇഷ്ടമായിക്കണമെങ്കിലും നമ്മളിവിടെ നിർത്തി പോകാൻ നമുക്ക് ടൈം ആയിക്കണേ. അതുകൊണ്ട് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ വൈൻഡപ്പാക്കി പോവാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എന്ത് പറയണം, വാക്കുകളില്ല എനിക്ക്. ഏതായാലും 12 മിനിറ്റാണ് എൻ്റെ വീഡിയോ, 12 മിനിറ്റും 11 സെക്കൻഡും. അത്രയും ടൈമിൽ ഞാൻ വലിച്ചു നീട്ടുകയാണ് പ്രിയപ്പെട്ടവരെ. കണ്ടില്ലേ, നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു പരുവൊക്കെ കിട്ടിയ പോലെ എന്താ ചൊറുക്കില്ലേ, നല്ല ലുക്കില്ലേ. അപ്പോൾ എന്താ അമീനെ, എനിക്ക് ഈ കുയ്യപ്പത്തിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ളത്? നല്ല ടേസ്റ്റ് ഉണ്ട് അവൻ പറയുന്നു. അവൻ ഒന്നുപോലും കഴിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ, എന്നിട്ടാണ് അവൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അവന് താടവീക്കാണ്. അമീൻക്ക് എന്താ അസുഖം? അമീനെ താടവീക്കുള്ളത് ഇല്ല. ഇജ്ജ് കുയ്യപ്പ തിന്നിക്കണോ? പിന്നെ എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പറയാനുള്ള കാരണം എന്താ? കണ്ടിട്ട് ചൊറുക്കുണ്ടായിട്ടാ? കണ്ടിട്ട് ലുക്ക് ഉണ്ടായിട്ടാണോ? അല്ല, ഇത് കണ്ടിട്ട് ലുക്ക് ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അമീക എന്നോട് എനിക്ക് ചോദിക്കാണ്, അമീക എങ്ങനെ ഉണ്ടായി കുയ്യപ്പ? നല്ല ടേസ്റ്റ്. സൂപ്പർ. അവൾ പറയുന്നതാണ് കറക്റ്റ്. അവൾ ശരിക്കും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾ പറയുന്നതാണ് കേട്ടോ കറക്റ്റ്. അപ്പോൾ നല്ല സൂപ്പർ.